ആറന്മുള വള്ളസദ്യ നിവേദ്യം സമർപ്പിക്കും മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്ത സദ്യയ്ക്ക് ഒരുങ്ങി ക്ഷേത്ര ഭരണസമിതി. വള്ളസദ്യയ്ക്ക് തയ്യാറാക്കിയ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തി അടുത്ത മാസം 5-നാണ് സദ്യ നടത്തുക. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാന് സമർപ്പിക്കും മുൻപ് മന്ത്രിക്കും മറ്റ് വിശിഷ്ട അതിഥികൾക്കും സദ്യ വിളമ്പിയത് ആചാര ലംഘനമാണ് എന്ന് തന്ത്രി അറിയിച്ചിരുന്നു. അതുപ്രകാരം ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് കാട്ടി തന്ത്രി ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയെയും പള്ളിയോട സേവാ സംഘത്തെയും ഒക്കെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതുപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാന് നിവേദിക്കും മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയം തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം 5-ാം തീയതിയായിരിക്കും വള്ളസദ്യ വീണ്ടും പ്രായശ്ചിത്ത വള്ളസദ്യ നടത്തുക. കഴിഞ്ഞ ബുധനാഴ്ച എണ്ണാപ്പണ സമർപ്പണവും അതുപോലെ തന്നെ വിളിച്ചു ചൊല്ലിയുള്ള പ്രായശ്ചിത്തവും ക്ഷേത്രത്തിൽ വൈകിട്ട് 5 മണിയോടുകൂടി നടന്നിരുന്നു. അങ്ങനെ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും എണ്ണാപ്പണ സമർപ്പണവും കഴിഞ്ഞതോടുകൂടിയാണ് ഇനിയിപ്പോൾ സദ്യ ഒരുക്കിയുള്ള പ്രായശ്ചിത്തം. അത് ഫെബ്രുവരി മാസം 5-ാം തീയതി നടക്കും. ഉച്ചപൂജ കഴിഞ്ഞിരുന്ന മുറയ്ക്കായിരിക്കും തന്ത്രിയും മറ്റ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം കൂടി ചേർന്നുകൊണ്ട് വള്ളസദ്യ വീണ്ടും അതേ രീതിയിൽ ഏതൊക്കെ വിഭവങ്ങൾ ഉപയോഗിച്ചാണോ അഷ്ടമി രോഹിണി നാളിൽ വള്ളസദ്യ നടത്തുക അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രായശ്ചിത്ത സദ്യയായിരിക്കും നടത്തുക. 11 പറ അരിയുടെ സദ്യ ഇതും അതുപോലെ തന്നെ 1 പറ അരിയുടേത് 2 രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സദ്യ കഴിക്കുന്നതോടുകൂടി പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാകും എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11 പറ അരിയുടെ സദ്യ ഊട്ടുപുരയിൽ തയ്യാറാക്കും. 1 പറ അരിയുടെ സദ്യ 4 കറി വിഭവങ്ങളും തിടപ്പള്ളിയിലും ഒരുക്കും. അതിനുശേഷം ഇനി ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ല എന്നും ചട്ടപ്രകാരം തന്നെ വള്ളസദ്യ നടത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുന്നതോടുകൂടിയായിരിക്കും പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാവുക.